അതേസമയം പാലക്കാട് മലമ്പുഴയിൽ കാലിന് പരിക്കേറ്റ ആനയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. എഴുന്നേൽക്കാനുള്ള ആനയുടെ ശ്രമം പരാജയപ്പെട്ടു. ആനയുടെ ആന്തരിക അവയവങ്ങൾക്ക് സാരമായ പരിക്കുണ്ടെന്നും വിദഗ്ധ ചികിത്സ നൽകി വരികയാണെന്നും ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാം പറഞ്ഞു. കാട്ടാനയ്ക്ക് പരിക്കേറ്റതിൽ വനംവകുപ്പ് ലോക്കോ പൈലറ്റിനെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രദേശത്ത് നിശ്ചയിച്ചിട്ടുള്ള വേഗപരിധി ട്രെയിനുകൾ പാലിക്കാത്തത് അപകടങ്ങൾ കൂട്ടുന്നതായി വാളയാർ റേഞ്ച് ഓഫീസറും പറഞ്ഞു. മലമ്പുഴ കൊട്ടേക്കാട് വെച്ച് റെയിൽ ട്രാക്ക് മറികടക്കുന്നതിനിടെ ഒരു കാട്ടാനയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. ആദ്യ നിഗമനം ഈ ട്രാക്ക് മറികടക്കുമ്പോൾ ട്രെയിന് ഇടിച്ച് പരിക്ക് പറ്റിയതാകാം എന്നുള്ളതായിരുന്നു. പിന്നീട് ഈ വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടെ ഇവിടെ എത്തി നടത്തിയ പരിശോധനയിൽ ആനയുടെ കാലിലൊന്നും തന്നെ ഈ ട്രെയിൻ ഇടിച്ചതിന്റെ പരിക്കോ മറ്റു പാടുകളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് നടത്തിയ നിഗമനത്തിൽ ഈ ട്രെയിൻ വന്ന സമയത്ത് ആന ട്രാക്കിലൂടെ ഓടിയപ്പോൾ വീണ് പരിക്ക് പറ്റിയതാകാമെന്ന എന്നൊരു നിഗമനത്തിൽ ഇവർ എത്തുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ആന ഇന്നലെ വരെ ആന പരിക്ക് പറ്റിയ കാലുമായി നടക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇന്ന് രാവിലെയോടുകൂടി ആന കിടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ വെറ്റിനറി ഡോക്ടർമാരും കൃത്യമായ പരിചരണം നൽകുന്നുണ്ട്. ആനയ്ക്ക് ഭക്ഷണങ്ങളും മരുന്നുകളും നൽകുന്നുണ്ട്. ചൂടുകാലമാണ്. ആനയെ തണുപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ ആനയുടെ ആരോഗ്യസ്ഥിതി വളരെയധികം ഗുരുതരമാണ് എന്നുള്ളതാണ് ഡോക്ടർമാരുൾപ്പെടെ സ്ഥിരീകരിച്ച് പറയുന്നത്. ആനയുടെ വലതുകാലിനാണ് ഇത്തരത്തിൽ പരിക്ക് പറ്റിയിട്ടുള്ളത്. പുറമേ മറ്റ് പരിക്കുകളൊന്നും തന്നെയില്ല. അകത്ത് ഫ്രാക്ചറുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. കുഴ തെറ്റിയതോ മറ്റെന്തെങ്കിലും പരിക്കോ ആകാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആനയ്ക്ക് ഒട്ടും തന്നെ എഴുന്നേൽച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു നിലയാണുള്ളത്. ആന തുടർച്ചയായി എഴുന്നേൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ആ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ആന കിടന്ന സ്ഥലത്ത് തന്നെ താൽക്കാലിക സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റി ഇവിടെ കൃത്യമായ പരിചരണം നൽകുകയാണ്. ഇവിടെ നിന്നും ആനയെ മറ്റെവിടേക്കും മാറ്റാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ ആന എവിടെയാണോ തുടരുന്നത് അവിടെ തന്നെ കിടത്തി കൃത്യമായ ചികിത്സ നൽകുന്നുണ്ട്. ഈ ആനയ്ക്കിപ്പോൾ ആവശ്യമായ മരുന്നുകളാണ് നൽകുന്നത്. ആന എഴുന്നേൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആളുകളുള്ളത്. പക്ഷേ അതിന് എത്രത്തോളം ഫലം കാണും എന്നുള്ളത്, ചികിത്സ എത്രത്തോളം ഫലം കാണും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ കൃത്യമായ പരിചരണം അധികൃതരുടെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ട്. ഏതായാലും ഈ സ്ഥലത്ത് തന്നെ കിടത്തി ആനയ്ക്ക് ആവശ്യമായ പരിചരണം നൽകാൻ തന്നെയാണ് തീരുമാനം. ഈ കൊട്ടേക്കാട് ഭാഗത്ത് എല്ലാ തവണയും ഈ ആനയും ഒപ്പം തന്നെ ഈ ആനയ്ക്കൊപ്പം മറ്റ് 4 ആനകളും എത്താറുണ്ട്. പ്രത്യേകിച്ചും ഈ കാട്ടിൽ വെള്ളമില്ല, ഭക്ഷണമില്ല. അതുകൊണ്ട് തന്നെ ഈ വനം പ്രദേശത്തേക്ക് ആനകൾ വനമേഖലയിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ആനകൾ എത്താറുണ്ട്. അങ്ങനെ വന്ന സമയത്താണ് ഈ അപകടം പറ്റിയിട്ടുള്ളത്. ഏതായാലും ആനയ്ക്ക് കൃത്യമായ ചികിത്സ നൽകുന്നുണ്ട്. ആനയ്ക്ക് എഴുന്നേറ്റ് നിർത്താനുള്ള ഒരു ശ്രമമാണ് ആനയുടെ ഭാഗത്ത് എഴുന്നേറ്റ് നിർത്താനുള്ള ശ്രമമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ക്യാമറമാൻ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.